ഹൈമാവിൻ്റെ കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങളോട് ഞാനിവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാനിന്നോട് പറയാൻ വന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് എനിക്ക് ഇത്രയും 33 അരിയോളം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് ആയതെന്നുള്ളതും അതെങ്ങനെയെല്ലാം ഞാൻ എന്തെല്ലാം ചെയ്തിരുന്നുള്ളതും 8 മാസം 9 മാസം ആയിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അതിലേക്ക് എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ആയി കിട്ടിയതെന്നുള്ളതും ഞാൻ നിങ്ങളോട് ഒന്ന് പറയാനും പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ലൈവിലാവെന്ന് വെച്ചാൽ ലൈവിൽ വന്നാലും നിങ്ങൾക്ക് സബ് വേണം കൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കൂട്ട് വാങ്ങിയിട്ടൊന്നും പോകുന്നതല്ല. അതിൻ്റെ പിന്നെ അവരെ ചാനലിൽ കയറുമോ അവരുമായിട്ടൊരു സംസർഗമോ പിന്നെ ഇല്ല. ആ സബും വാങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു പരിപാടി പോലും ഇല്ല. എല്ലാവരും ഒന്നാ ചെയ്യേണ്ടത് വെച്ചാൽ അത് സബ് വാങ്ങിയിട്ട് പോയാൽ മാത്രം പോരാ, പിന്നെയുള്ള സപ്പോർട്ടിനാണ് നമുക്ക്. നമ്മളിപ്പോൾ സബ് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ ആരോട് സബ് തരുമോ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കുക, എന്നിട്ട് അവർക്ക് തിരിച്ചു തരണം എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു തരും. നമ്മൾ അങ്ങോട്ട് കൊടുത്ത് നമ്മൾ കൂട്ടാനും തിരിച്ചു തരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് തിരിച്ചു തന്നോളും. അതിന് ഏതൊരാളായാലും ഏതൊരു യൂട്യൂബർ ആയാലും അത് കൊടുക്കും. അതുകൊണ്ട് എത്ര ആയാലും അങ്ങനെ കൊടുക്കാത്തവരുണ്ടാവില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം. ഇനി കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്തായിട്ട് അത് തിരിച്ചു തരേണ്ടി വരും. എങ്ങനെയും ആയിട്ട് നമ്മൾ അവരെടുത്ത് എത്തിപ്പെടും. എന്തായാലും അവർ നമ്മളെടുത്ത് എത്തിപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അതിന് ഒരു വിഷമവും വേണ്ട. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ. നമ്മളൊരു കൈ കൊണ്ട് ഒരു കൊടുക്കുകയല്ലേ ചെയ്യുന്നല്ലോ. അതിൻ്റെ ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആരോടായാലും ശരി നമ്മൾ അങ്ങോട്ട് കൂട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടല്ല പോകേണ്ടത്. കൂട്ട് തരുമോ എന്ന് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കൂട്ട് കൊടുത്തിട്ട് ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കൂട്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് പറയുക, ഞാനിങ്ങനെ കൂട്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്നെ കൂട്ടാക്കണം തിരിച്ച് കൂട്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ചെയ്തോളും. അത് നമ്മൾ പറയേണ്ട ഒരാവശ്യമില്ല. നമുക്ക് അങ്ങനെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാവരുടെ വീഡിയോസ് കാണും. ഞാൻ എല്ലാവരുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇപ്പം അല്ലേ അന്നേരം ലൈവൊന്നും ഇടുന്നില്ല. വീഡിയോസ് കണ്ടിട്ടാകുമ്പോൾ ഞാൻ എല്ലാവർക്കും ഞാൻ കൂട്ട് കൊടുക്കും. എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ഇടും. എല്ലാവരുടെ വീഡിയോസിനും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചു തരും. എനിക്ക് അങ്ങനെയാകുമ്പോൾ അവർ ഞാൻ ഇങ്ങനെ കൂട്ടാക്കിയിട്ടുണ്ട് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു തരും. അങ്ങനെയാണ്. ഞാൻ ആരോടും പോയിട്ട് എനിക്ക് കൂട്ട് തരണേന്ന് ഒരാളോട് ഞാൻ പോയി പറഞ്ഞിട്ടില്ല. കൂട്ട് തരണേന്ന് ഒരാളോട് പറ്റില്ല. കൂട്ട് തരണം ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ അഥവാ ലൈവിൽ നിന്ന് ഞാൻ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു തന്നോളാം, നിങ്ങൾ കമൻറ്റ് ഇട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട്ടും ഇപ്പോൾ ഈ ലൈവ് ഇല്ലാത്ത സമയത്ത് ഞാൻ ആരോടും ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോയില്ല. എല്ലാവരോടും പോയിട്ട് എല്ലാവരുടെ വീഡിയോസും കാണാം. വീഡിയോസ് കണ്ടിട്ടാകുമ്പോൾ അവരോട് ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തരും. ആ സമയത്ത് അവരെല്ലാവരും തിരിച്ചു തരും. പിന്നെ ഈ കൂട്ട് വാങ്ങിയിട്ട് പിന്നെ പോയാൽ പിന്നെ അവരെ അഡ്രസ്സ് ഉണ്ടാവില്ല. അവരെ പിന്നെ കാണുന്നത് എപ്പോൾ ആയിരിക്കും, പിന്നെ അവരെ കാണില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവർ കൂട്ട് വാങ്ങിയിട്ട് പോയവർക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ വാച്ചവറാവട്ടെ 1000 സബ് ആവാൻ വേണ്ടി അത്രയൊന്നും പണിയില്ല. ഒരു മോണിറ്റേഷൻ ആവണമെന്നുണ്ടെങ്കിൽ 1000 സബ് അവിടേക്ക് പെട്ടെന്നാവും. പക്ഷേങ്കിൽ ഈ മോണിറ്റേഷൻ 4000 മണിക്കൂർ വീഡിയോസ് ഇട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിലാകുന്ന കാര്യമല്ല. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് 4000 വാച്ചവർ കിട്ടുമെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. വാച്ചവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബ് കിട്ടാൻ പണിയില്ല. അതെങ്ങനെയും കിട്ടും. ഈ വാച്ചവർ തന്നെ സബ് വരും. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് നല്ല കണ്ടന്റ്, നമ്മൾ എന്താ കണ്ടന്റ് ചെയ്യുന്നത് ആ കണ്ടന്റ് ചെയ്യുന്നതിൻ്റെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഇടണം. ആ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെടണം. എന്ത് കണ്ടാൽ നമ്മൾ ഇടുന്ന വെച്ചാൽ അത് അവർക്ക് നമ്മൾ ഇടുന്ന കണ്ടന്റ് തന്നെ നമ്മൾ ഇടണം. ആ ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടണം. അത് കാണണം, അത് നല്ലതാണെന്നുള്ളത് കാണാൻ നല്ല രീതിയിൽ നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ലോങ് വീഡിയോ നല്ല രീതിയിൽ ദിവസവും ലോങ് വീഡിയോ ഞാൻ ദിവസം 2-3 വീഡിയോയിൽ ഇട്ട ദിവസം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ മോണിറ്റേഷൻ ആകുന്നതിന് മുമ്പിൽ അത് അങ്ങനെ ഇട്ടത് കൊണ്ടാണ് എനിക്ക് വേഗത്തിൽ പെട്ടെന്ന് 2 മാസം കൊണ്ട് തന്നെ എനിക്ക് മോണിറ്റേഷൻ ആയി. 2 മാസം എത്തുമ്പോഴേക്കും എനിക്ക് മോണിറ്റേഷൻ ആയി കിട്ടി. ആടുന്ന് 2 മാസം കഴിഞ്ഞാലും പൈസയും കിട്ടി. 2 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ പൈസ കിട്ടാൻ. അതേപോലെ നിങ്ങളും അതേപോലെ പിന്നെ എനിക്ക് ഇപ്പോൾ ഇടാൻ പറ്റാതെ കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് മാസത്തിൽ വരുമാനം കിട്ടാൻ. നല്ല വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. എനിക്ക് കാലിന് സുഖമില്ല, ഓപ്പറേഷൻ ചെയ്തു എല്ലാം കൂടി ആയതുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത്. പക്ഷേ ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ അന്നും ഇന്നും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ ആരും ഈ സബ് മാത്രം വാങ്ങിയിട്ട് പോയിട്ട് കാര്യമില്ല. ഓരോരാൾ സബിന് മാത്രം വരും നമ്മളെ വീഡിയോയിൽ കാണാൻ. സബ് വാങ്ങിപ്പോയാൽ പിന്നെ ആൾക്കാരില്ല. കുറേ ആൾക്കാർ അങ്ങനെയാണ്. കുറേ ഇപ്പോൾ പുതിയ യൂട്യൂബേഴ്സിൻ്റെ പണിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ പുതിയ യൂട്യൂബർമാർ ഇതെല്ലാം കണ്ടിട്ട് അവരതേപോലെ ചെയ്തു നോക്കിയാൽ അവർക്ക് 6 മാസത്തിനടുത്ത് മോണിറ്റേഷനും പൈസയും വാങ്ങാൻ പറ്റും. 6 മാസം വേണ്ട, 2 മാസം വേണ്ട. നല്ല വീഡിയോസ് ആളുകൾ ലോങ് വീഡിയോസ് തന്നെ കിട്ടുക. ലോങ് വീഡിയോസ് ഇട്ടിട്ട് ആളുകൾ അത് കാണണം. അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ തച്ചും കാണും. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണും. ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റൊരു വീഡിയോ മാത്രമാണ് എനിക്ക് 65K
സബ്സ്ക്രൈബേഴ്സുമായി ഒരു ലോങ് വീഡിയോ ഇട്ടേനാണ്. ഒരു ഉലുവേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവ തക്കാളി കൃഷി എങ്ങനെയാണ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടാണ് എനിക്ക് 65K അന്നേരം ആയിന്. 65K അതിന് തന്നെയാണ് എനിക്ക് 4000 വാച്ച് അവറും കിട്ടി. പിന്നെ 2000 സബ്സ്ക്രൈബർ. ആ ഒറ്റ വീഡിയോ ആണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ നോക്കി. ഞാൻ എൻ്റെ വീഡിയോ നോക്കി അവർ എന്നോട് പറഞ്ഞതാണ്. എനിക്കറിയില്ലല്ലോ, എനിക്ക് നോക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇത്രയും ഈ വീഡിയോസ് ഇടുന്നതും ഞാൻ ഇങ്ങനെ എല്ലാവരോടും ചെയ്യുന്നതും ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇത്രയും ഇത് കിട്ടിയത്. നിങ്ങൾ വിചാരിക്കേണ്ടത് നമുക്ക് ഇങ്ങോട്ട് തരട്ട് നിന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ആരും അതിന് മനസ്സിലില്ല. അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. അങ്ങോട്ട് പോയി തിരിച്ച് ഞാനിപ്പോൾ ലൈവിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആദ്യം ചില ആൾക്കാരാണ് ഞാൻ അപ്പാട് പോയിട്ട് പിന്നെ ചെയ്തിട്ട് വരലാണ്. എന്താ വെച്ചാൽ ബ്ലൂവിൻ്റെ ആവശ്യമില്ല. ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ഇല്ലാണ്ട് നമുക്ക് ഒരാൾക്കും ചെയ്യുക കഴിയില്ല. ബ്ലൂ ഇടാണ്ട് നമ്മൾ പോകുകയാണെങ്കിൽ ബ്ലൂ ഇടാണ്ട് പോകുക ഏത് ചാനലിൽ കയറിയാലും നമുക്ക് ആർക്കും നമുക്ക് സബ് ചെയ്ത് കൊടുക്കാൻ കഴിയും. എനിക്കിപ്പോൾ ബ്ലൂ ഇട്ടുകൊണ്ട് വേറെ ചാനലിൽ പോയി എനിക്ക് ഇടാൻ പറ്റുന്നില്ല. മറ്റേ ഞാൻ ബ്ലൂ ഇടാതെ ഉണ്ടെന്ന് എല്ലാവരും ചാനലിൽ പോയിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ എല്ലാവരും ബ്ലൂ വാങ്ങിയിരിക്കുന്ന വെച്ചാൽ എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല. കമൻറ്റ് ആർക്കും ഓരോരാൾക്ക് 3-4 ഇടുമ്പോൾ ചിലേന് പിടിക്കും, ചിലേന് പിടിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണൽ മാത്രം പോരാ, സബ് വാങ്ങൽ മാത്രം പോരാ. സബ് കണ്ട് നമ്മൾ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ട് ലോങ് വീഡിയോ കണ്ട് പിന്നെ ചില ആൾക്കാർ ഷോർട്ട് മാത്രം കാണും. ഷോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ഉപകാരമില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ 2-3 ഷോർട്ട് കാണുമ്പോൾ ഒരു ലോങ് വീഡിയോ കൂടി കാണും. എന്താ വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ അവർക്കൊരു മുതൽക്കൂട്ട് പോലെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാവരും കാണുന്നത്. ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും ചെയ്യും. ഈ കണ്ടിട്ട് എനിക്ക് ലോങ് വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഞാൻ അവിടെ തുറന്ന് വെച്ചിട്ട് ഞാനത് കണ്ടിട്ടേ അത് തീർത്തിട്ടേ ഞാൻ അവരടുത്ത് ഞാൻ വേറെ വീഡിയോ കാണാൻ പോലും. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ കമൻറ്റ് കണ്ട് അവർക്ക് വീടുന്നെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ വേറൊരാളെ കമൻറ്റ് നോക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇത്രവരെയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നിങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതേ സപ്പോർട്ടും വാച്ചവറും നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാണാതെ ഉണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ വാച്ചവർ കിട്ടില്ല. വാച്ചവർ കിട്ടാതെ നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് വാച്ചവർ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ടിട്ട് അതിന് പിന്നെ വേണ്ടുന്ന പണി എന്താ വെച്ചാൽ അവരെ വീഡിയോസും കാണാം, നമ്മളെ വീഡിയോസ് അവരും കാണാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ 33,000-അധികമായി, 33,600-ഓളമായി എനിക്ക് പിന്നെ സബ്സ്ക്രൈബർ. അതെന്തുകൊണ്ട് വെച്ചാൽ ഞാൻ അന്ന് ഒന്നും ആരും ഇതായിട്ടുമല്ല. ആരുടെ അടുത്തും ഞാൻ പോയി കഴിഞ്ഞാൽ അന്നെ ഇങ്ങോട്ട് കൂട്ടാക്കാനല്ല, ഞാൻ അങ്ങോട്ട് കൂട്ടാക്കിയിട്ടാണ് അവർക്ക് കൊടുക്കല്. ഏത് സ്ഥലത്ത് വേറെ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ പോയി കൂട്ടാക്കി അവിടെ ഒരു വീഡിയോസിൽ കമൻറ്റും ആയിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ വന്ന് തിരിച്ചു വരും. അങ്ങനെയാണ് എനിക്ക് പിന്നെ സബ്സ്ക്രൈബർ കൂടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇനിയും തന്നെ ഇത്ര വരെ ചെയ്തവരോട് ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു. ഞാൻ ലൈവെന്നും പറഞ്ഞു, വീഡിയോ കാണുമ്പോൾ പറഞ്ഞു, വീഡിയോയിലും പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞു. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണേന്ന് ഞാൻ പറയുന്നുണ്ട്. എന്നെ മാത്രമല്ല, പരസ്പരം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ ഇപ്പം കണ്ട് സപ്പോർട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഞാനും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്തുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങോട്ടും കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ ഇത് ഞാൻ എന്തിനാണ് ഈ വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം ഞാൻ ഓരോരാളും പറഞ്ഞു തരാം. ആര് വന്നാലും ഒരു ലൈവിലാണ് വന്നു നമ്മൾ പിന്നെ എന്താണെന്നുള്ള ആടത്തെ സുഖകരമൊന്നും ചോദിക്കുകയൊന്നും ചെയ്യില്ല. വേറൊന്നും പറയാതെ കൊണ്ട് തന്നെ അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കൂട്ട് തരുമെന്നാണ് ഫസ്റ്റിൽ വന്നപാട് ചോദിക്കുക. ആദ്യം എന്തിനാണ് കൂട്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും എന്നെ കൂട്ടാക്കിയെന്ന് പറയുന്നിട്ടാണ് എല്ലാവരും കയറി വരുമോ. കുറച്ച് ആൾക്കാർ കയറി വരിക, എല്ലാവരും അല്ല. അതുകൊണ്ട് അവരെല്ലാം ശ്രദ്ധിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് പറഞ്ഞു. പിന്നെ ഈ വീഡിയോ കണ്ടാൽ ഇപ്പോൾ നമുക്കൊരു ഓഫറും കൂടി തന്നിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 500 രൂപയിൽ മേലെന്നാണ് പറയുന്നത്. നമ്മൾ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലൈക്ക് അടിക്കുമ്പോൾ നമുക്കിപ്പോൾ ഹൈപ്പ് വരും. അതിൽ പോയിൻറ്റും എല്ലാം ഉണ്ടാവും. അത് ഒരാഴ്ചക്ക് 3 ഒരാൾക്ക് ചെയ്യാൻ വയ്യാന്നാണ് പറഞ്ഞത്. ഹൈപ്പ് ചെയ്താൽ നമുക്ക് അത് പിന്നെ ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഹൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് യൂട്യൂബിൽ നിന്ന് ചെറിയ വരുമാനം കിട്ടുമെന്നാണ് പറയുന്നത്. അതും കൂടി നിങ്ങൾ ഇനിയിപ്പോൾ ലൈക്ക് അടിക്കുന്നവർ അതും കൂടി ഒന്ന് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ടാക്കുമ്പോൾ ലൈക്ക് അടിച്ചിട്ടാകുമ്പോൾ ആ ഹൈപ്പും കൂടി ആഴ്ചക്ക് ഒരു 3 ചെയ്യേണ്ടു. 3 ചെയ്താൽ 3 വീഡിയോസ് ചെയ്താൽ മതി. പിന്നെ ദിവസമുള്ള വീഡിയോസ് ചെയ്യേണ്ട. ഒരു 3 വീഡിയോസ് ഒരാഴ്ചക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 ഹൈപ്പ് എന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് അടിക്കുക. ഹൈപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്നതാണ്. ഇപ്പം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഒരാളെ വീഡിയോ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അതും കൂടി പിന്നെ ഒന്ന് ചെയ്യണമെന്ന് പറയാനും അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനും കൂടിയാണ് നിങ്ങളോട് ഞാനിപ്പം ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയ യൂട്യൂബർമാർ പ്രത്യേകിച്ചും ഇത് കാണണം. കണ്ടിട്ട് ഇത് അവർ ചെയ്യുന്ന വേണം. അവർ ഇത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 6 മാസത്തേക്ക് മോണിറ്റേഷനായി പൈസയും വാങ്ങാൻ പറ്റും.
അത് നിങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ എൻ്റെ ഗ്യാരണ്ടി തരുന്നില്ല. അത്രയും എന്താ വെച്ചാൽ നമ്മൾ അധ്വാനം വേണം. നല്ലപോലെ അധ്വാനിച്ചിട്ട് നല്ല നല്ല വീഡിയോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആകർഷിക്കുന്ന വീഡിയോസ് ഇടണം. നമ്മൾ ഏത് കണ്ടൻറ്റാണോ ആ കണ്ടൻറ്റ് തന്നെ അവർക്ക് ഏത് ആകർഷണം നോക്കുക. ആകർഷണം വരുന്ന വീഡിയോസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ വരുള്ളൂ, അവർ കാണുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ വ്യൂസ് വരുള്ളൂ, പിന്നെ വാച്ച് അവർ വരുള്ളൂ. അന്നേരം നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇനി മോണിറ്റേഷൻ ആവാത്തവർക്കാണെങ്കിൽ അവർക്ക് വാച്ച് അവറായി കിട്ടുള്ളൂ. മോണിറ്റേഷൻ ആയവർക്കാണെങ്കിൽ ഒരു ക്യാഷ് വരുന്നുണ്ടെങ്കിൽ യൂട്യൂബർമാർ യൂട്യൂബിൽ നമ്മളെ വീഡിയോസ് കണ്ടാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇപ്പം അതും കൂടി ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് അടിക്കുമ്പോൾ തന്നെ ഈ ഹൈപ്പ് ഒന്ന് അടിച്ചു കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാം. ലോങ് വീഡിയോക്ക് മാത്രമല്ല, ഷോർട്ടിനില്ല. അതുകൊണ്ട് അത് ചെയ്യണം. ഈ ഷോർട്ട് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഒഴിവാക്കരുത്. ലോങ് വീഡിയോ എല്ലാവരും കാണണം എന്ന് എനിക്ക് പറയാം. ഞാൻ എല്ലാവരും കാണും. അതേപോലെ ഒരു ലോങ് എന്തായാലും ഞാൻ കാണും. ഷോർട്ട് കാണുന്നവർ 2-3 ഷോർട്ടും കണ്ട് പഴയതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ 2-3 ഷോർട്ട് കാണും. എനിക്കിപ്പോൾ ഷോർട്ടിന് കമൻറ്റ് ഇട്ടാൽ കിട്ടുന്നില്ല. എല്ലാവരും ഷോർട്ടിനൊന്നും കമൻറ്റ് ഇട്ടാൽ കിട്ടുന്നില്ല. ഒന്നാമത് കുറേ ബ്ലൂ ഇവിടെ പോയി കഴിഞ്ഞാലും ബ്ലൂ എടുത്തിടുക. നമ്മളെ ബ്ലൂ ആണ് വാങ്ങിയിട്ട് പോയവർ തിരിച്ചു തരില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പം കുറേ ആദ്യമൊന്നും ഇല്ല, ഇപ്പം ഇങ്ങനെ ഇത് പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവാനും കഴിയും. നിങ്ങൾക്ക് വാച്ച് അവറും കിട്ടും, വ്യൂസും കിട്ടും. നിങ്ങൾ അതുകൊണ്ട് അതുപോലെ ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അപ്പുറം കണ്ടാൽ തന്നെ നമുക്ക് വ്യൂസും ഇതും കിട്ടാനുണ്ട്. അത് നിങ്ങൾ സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ഇത് നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.